ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആടുവളർത്തലിൽ വിജയം കൊയ്യുന്ന ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഈ രംഗത്ത് മുന്നോട്ട് വരുന്നവർ നാടൻ മുതൽ ഉത്തരേന്ത്യൻ ഇനങ്ങൾ വരെ വളർത്തുക എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഉത്തരേന്ത്യൻ ഇനങ്ങളിൽപ്പെട്ട ആടുകൾ എല്ലാം തന്നെ 3 മാസം കൊണ്ട് 20 കിലോ എങ്കിലും തൂക്കം എത്തുന്നവയാണ്. പച്ചപ്പുല്ലും പ്ലാവിലയും ഉൾപ്പെടെ എല്ലാ ഇനം തീറ്റകളും ഇവ കഴിക്കുന്നതാണ്. നാട്ടിൻപുറങ്ങളിൽ ധാരാളം കിട്ടുന്ന ചക്കയും ഇവയ്ക്ക് പ്രിയപ്പെട്ട ഒന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് ലഭ്യമാകുന്ന ചക്ക പോലുള്ളവ തീറ്റയായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ ചിലവ് വളരെയേറെ കുറയ്ക്കാനായിട്ട് കർഷകർക്ക് സാധിക്കും. പ്രധാനമായും ജംനാപൂരി, മലബാറി, ബോയർ, മലബാറി ക്രോസ്, ബീറ്റൽ തുടങ്ങിയ ഇനങ്ങൾ ധാരാളമായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആടാണ്. ഇതിന് 15 കിലോയോളം തൂക്കമാണ് വരുന്നത്. മുട്ടനാടിന് 2 വയസ്സ് പ്രായമുണ്ട്, പിടയ്ക്ക് 1.5 വയസ്സും. ഇത് അധികം പൊക്കം വയ്ക്കാത്ത ചെറിയ ഇനം ആടാണ്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ 25,000 രൂപയാണ് ബംഗാളിലെ റേറ്റ്. നമ്മുടെ ഇവിടെ ആകുമ്പോൾ അതിൽ കൂടുതലാകും. നമ്മൾ ഏതിനം ആടിനെയാണ് വാങ്ങുന്നതെങ്കിലും അതിനെ വാങ്ങുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ്. അതായത് അതിൻ്റെ ലൈഫ് ഹിസ്റ്ററി ഒന്ന് നോട്ട് ചെയ്യുക. അത് വംശം കാത്തു സൂക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ക്രോസ് ഇനങ്ങൾ സൃഷ്ടിക്കുമ്പോഴും വ്യക്തമായ ധാരണ ആടുവളർത്തൽ ഏർപ്പെടുന്നവരിൽ ഉണ്ടായിരിക്കണം. 1500 രൂപ മുടക്കുമുതലുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലവും ഉണ്ടെങ്കിൽ ജീവിതമാർഗമായിട്ട് നമുക്ക് തുടങ്ങാവുന്ന ഒരു കാര്യമാണ് ആടുവളർത്തൽ. ഒരു ചെറിയ സൗകര്യത്തിൽ നമുക്ക് 4-5 ആടുകളെ വരെ വളർത്താം. പിന്നീട് അത് നമുക്ക് വികസിപ്പിച്ച് കൊണ്ടുവരാനും തീർച്ചയായും സാധിക്കും. പ്രത്യേകിച്ച് മൃഗസംരക്ഷണത്തോട് താല്പര്യമുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. അധികം ചൂടും അമിതമായ തണുപ്പുമില്ലാത്ത സ്ഥലങ്ങളാണ് ആടുവളർത്തലിന് ഏറ്റവും അനുയോജ്യം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരുന്ന ആടുകൾക്ക് പ്രജനനത്തിനുള്ള സാധ്യത അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് രോഗപ്രതിരോധ ശക്തി കൂടുതലുണ്ടാവും. പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലുള്ളവർക്ക്, അതായത് കുറ്റിക്കാടുകൾ, പുൽമേടുകൾ ഇവ സമീപ പ്രദേശങ്ങളിൽ പൊതുവായിട്ടുണ്ടെങ്കിൽ ആടുവളർത്തൽ ഏർപ്പെടാനായിട്ട് അവർക്ക് അത് അനുയോജ്യമായൊരു ഘടകമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. നാടൻ ആടുകളെ വളർത്തുകയാണെങ്കിൽ അതിൻ്റെ പരിചരണം വളരെ കുറച്ച് മതിയാകുമെന്നുള്ള ഒരു ഗുണമുണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഒറ്റ പ്രസവത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ലഭിക്കുകയും ചെയ്യും. ജംനാപാരി ഇനത്തിൽ ഒറ്റ പ്രസവത്തിൽ ഒരു കുഞ്ഞാണ് ഉണ്ടാകുക. അതുപോലെ തലശ്ശേരി ഇനത്തിൽപ്പെട്ട ആടുകൾക്ക് ഒറ്റ പ്രസവത്തിൽ 2-3 കുഞ്ഞുങ്ങളുണ്ടാകും. ബെയർ ഇനത്തിൽപ്പെട്ട ആടുകൾക്ക് ആണാടിന് 135 കിലോയോളം ഭാരം വരും, പെണ്ണാടിന് 100 കിലോയോളം ഭാരം ഉണ്ടാകും. അതുപോലെ തന്നെ 90 ദിവസം പ്രായമുള്ള ഒരു കിടാവിന് 30 കിലോയെങ്കിലും തൂക്കം ഉണ്ടാവും. അപ്പോൾ നമുക്കിതിൽ ഏത് ഇനത്തിൽപ്പെട്ട ആടിനെയാണ് വാങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തുക. നമ്മൾ ഏതിനമാണോ ആടിനെ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഇനം ആടിനെ വളർത്തുന്ന മറ്റു കർഷകർ നമ്മുടെ സമീപത്തുണ്ടെങ്കിൽ അവരോട് വിവരങ്ങൾ ശേഖരിക്കുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് കൃഷിഭവനുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത് അവിടെ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് മതി നമ്മൾ ഏത് ഇനം ആടിനെ വാങ്ങണം, അതിനെ വളർത്താനായിട്ട് നമുക്ക് അനുയോജ്യമാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാനായിട്ട്. ഇപ്പം നമ്മളൊരു 3 മാസം പ്രായമുള്ള ആടിനെയാണ് വാങ്ങാനായിട്ട് പോകുന്നതെന്ന് കരുതുക. ആ ആടിൻ്റെ തൂക്കം ആവശ്യത്തിനുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആ ഇനത്തിൽപ്പെട്ട ആടിനെ 3 മാസമാകുമ്പോൾ എന്ത് തൂക്കം വരും, ആ തൂക്കം നമ്മൾ ഈ വാങ്ങാൻ പോകുന്ന ആടിനുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഇനത്തിൽപ്പെട്ട കിടാവിനെയാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള, അതായത് 2-3 കുഞ്ഞുങ്ങളുള്ള തള്ളയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അല്ലാതെ ഒരു കുഞ്ഞുള്ള തള്ളയിൽ നിന്ന് ആ കുഞ്ഞിനെ തിരഞ്ഞെടുക്കാതിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആട് വാങ്ങുന്നതിന് മുൻപായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പിന്നെ പറയാനാണെങ്കിൽ കട്ടിയാഹാരവും അതുപോലെ തന്നെ മേയാനുള്ള സൗകര്യവും അടുത്തുണ്ടെങ്കിൽ ആടിൻ്റെ വളർച്ച വളരെ വേഗത്തിലായിരിക്കുമെന്നുള്ളതാണ്. പച്ചയായ പ്രോട്ടീൻ അടങ്ങിയ അസോള ആടിന് വളരെ നല്ലൊരു തീറ്റയാണ്. ഇത് നൈട്രജൻ്റെ ഉറവിടമായ ഇത്തരം തീറ്റകൾ നമ്മൾ കൊടുക്കുന്നത് വഴി ആടിൻ്റെ വളർച്ച വളരെ പെട്ടെന്ന് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരല്പം സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് അസോളയൊക്കെ വീട്ടിൽ വളർത്താവുന്ന ഒന്നാണ്. ഇത് ആടിന് വളരെ നല്ല ഒരു തീറ്റയുമാണ്. അതുപോലെ തന്നെ ആടിന് തീറ്റയായി ഉപയോഗിക്കാവുന്ന
ഒത്തിരി മരങ്ങളുണ്ട്. അതൊക്കെ വീടിൻ്റെ പരിസരത്ത് വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് സുഭിക്ഷമായ തീറ്റ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ചോളം, പയർവർഗ്ഗങ്ങൾ, പിണ്ണാക്ക്, ഗോതമ്പ്, തവിട്, ധാതുമിശ്രിതം, ഉപ്പ് എന്നിവ ഉൾപ്പെട്ടതാണ് ആടുകൾക്ക് ഡെയിലി നൽകേണ്ട കട്ടിയാഹാരം എന്ന് പറയുന്നത്. ആടുകൾ നന്നായിട്ട് വളരാൻ, അതുപോലെ പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് കട്ടിയാഹാരം കൂടിയേ തീരൂ. ഇപ്പോൾ കുഞ്ഞാടിന് കൊടുക്കുന്നതിൻ്റെ അളവ്, അതുപോലെ തന്നെ ഗർഭിണിയായ ആടുകൾക്ക് എത്രമാത്രം കൊടുക്കണം എന്നിവയിലൊക്കെ അളവിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗർഭിണികളായ ആടുകൾക്ക് 200 ഗ്രാം കട്ടിയാഹാരം നൽകുമ്പോൾ വളരുന്ന പ്രായത്തിൽ, അതായത് തീരെ കുഞ്ഞല്ല, അതിന് ഇടത്തരം ആടുകൾക്ക് 100-150 ഗ്രാം കട്ടിയാഹാരമെങ്കിലും നൽകണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് യഥാസമയം വിരയകറ്റാനുള്ള മരുന്നുകൾ കൊടുക്കുക. അതുപോലെ തന്നെ കുത്തിവയ്പ്പുകൾ നടത്തുക. അടുത്തുള്ള മൃഗാശുപത്രിയിൽ നമുക്ക് ഇത്തരം സേവനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഇന്ന് ലഭിക്കുന്നുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തുക. ആട്ടിൻകൂട് നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ വല്ലപ്പോഴുമെങ്കിലും ആടിന് ഷാംപൂ ബാത്ത് നൽകുക. എപ്പോഴും വൃത്തിയായിട്ടിരിക്കാനായിട്ട് ആടിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കുക. ആട്ടിൻകൂട് നമ്മളെപ്പോഴും ഒരല്പം ഉയരത്തിലാണ് നിർത്തേണ്ടത് എന്നുള്ളത് ഓർക്കുക. കാര്യം ഇഴജന്തുക്കളെ ശല്യമൊക്കെ ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കൂട്ടിൽ വളർത്തുന്ന ആടുകളാണെങ്കിൽ അവയ്ക്ക് കൃത്യമായ ഇടവേളയിൽ പുല്ല്, കട്ടിയാഹാരം, വെള്ളം എന്നിവ നൽകാനായിട്ട് ഓർക്കുക. ഇന്ന് നമുക്ക് ആടുകളെ ഇൻഷുർ ചെയ്യാൻ സാധിക്കും. ജനറൽ ഇൻഷുറൻസ് കമ്പനി വഴിയായിട്ടാണ് ഇത് സാധാരണയായിട്ട് ചെയ്യുന്നത്. കാരണം വലിയ വില കൊടുത്ത് വാങ്ങുന്ന ആടുകളൊക്കെ ഉള്ള ഫാമുകളിൽ ഇത് ചെയ്തില്ലെങ്കിൽ, രോഗം മൂലമോ അല്ലെങ്കിൽ അപകടം മൂലമോ ഒക്കെ ആടുകൾ മരിച്ചു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വൻ നഷ്ടമായിരിക്കും സംഭവിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഇത് വളരെ ഗുണകരമാണ്. കൂടുതലായിട്ട് ആടുകളെ വളർത്തുന്നവർക്ക് ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആടുവളർത്തലിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനായിട്ടുണ്ട്. ആടുവളർത്താൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അടുത്തുള്ള കൃഷിഭവനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. കൂടുതൽ സംശയങ്ങൾ, അതുപോലെ മാർഗനിർദ്ദേശങ്ങൾ ഒക്കെ നമുക്ക് ലഘൂകരിച്ച് തരുവാനായിട്ട് അവർക്ക് സാധിക്കും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ, അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.